അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ ഇപ്പം ബാർട്ടർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇതേതാ അവിടെ ഇവനെ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ഇതെടുത്തു, ഫെരാരി. എങ്ങനെയുണ്ട്? എന്തായാലും കോയിൻസ് ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ തപ്പി പോകും ഓരോന്നായിട്ട്. കാരണം ഈ അക്കൗണ്ടിലെ ഫസ്റ്റ് സ്റ്റാൻഡ് വണ്ടി, അതും കോയിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റാൻഡ് വണ്ടി ഇതാണ്. ഇപ്പം കാണിച്ചു തരാവേ. എത്ര നാളായി വെയിറ്റ് ചെയ്യായിരുന്നു. വണ്ടി ഗെയിമിൽ കയറിയപ്പോൾ തുടങ്ങി വെയിറ്റ് ചെയ്യായിരുന്നു ഇത് കിട്ടാൻ. ഫൈനലി ഡ്രീം കംപ്ലീറ്റ്. ഇനി ഞാൻ കളർ കോഡ് കണ്ടുപിടിക്കട്ടെ. ഐൽ ഓഫ് മാൻ ഗ്രീൻ ഉണ്ടല്ലോ, ഏതായിരുന്നു? 004039. ഇതത്ര അല്ലല്ലോ. പിന്നെ അതാണ്ട് ഡ്രീം കാറും അങ്ങനെ M4 അടിച്ചിട്ടുണ്ട് ഞാൻ. ഐൽ ഓഫ് മാൻ ഗ്രീൻ മാസ് കളറാ. കളർ റീസെറ്റ് ആയ കോപ്പ് ഓക്കെ. കോഡ് കിട്ടി, പഠിക്കാവേ. 0069B. ഒരു മിനിറ്റ്. 695B. ഓക്കെ, ഇതാണ് ഐൽ ഓഫ് മാൻ ഗ്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ IS300 അടിച്ച് നോക്കട്ടെ. ഇത്ര ഇതില്ല. IS300 കളർ കോഡ്സ് ഒക്കെ നോക്കട്ടെ. സോ എല്ലാവരും അവരുടെ IS300 ഗ്രേ അടിക്കുക. അതാ 7C. ഓക്കെ, ഇതിവിടെ 56. ഓക്കെ, ഇവിടെ ഇത് ബ്ലാക്കാ. നല്ല ലുക്ക് അറിയില്ലേ? ഇപ്പോൾ ചക്രം ഇതെടുത്ത് കോപ്പി അടിക്കാവേ. ഇതുണ്ടോ, ഇത് കോയിനിൻ്റെ ചക്ര. ഇത് ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഇതും കോയിനിൻ്റെ, ഇതും കിട്ടി. ഇതുകൊണ്ടാണ് പറയണേ, നിങ്ങൾ വണ്ടി നല്ലത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ റിംസൊക്കെ എടുത്ത് സേവ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ പിന്നെ ആ റിംസ് കോയിൻ റിംസ് ആണെങ്കിൽ സേവ് ചെയ്തോ. അല്ലെങ്കിൽ ഇൻ ഗെയിം മണി റിംസ് ആണെങ്കിൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയും പോയി വാങ്ങിക്കാൻ പറ്റില്ല. അതുതന്നെ ഒരിത് കാണിച്ചു തരാവേ. 500 കോയിനിൻ്റെ റിമ്മാണിത്. എന്തെങ്കിലും അങ്ങനെ. ഇത് ഞാൻ ആ വണ്ടി വാങ്ങിച്ചു, സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുക. എന്നിട്ട് റിംസിൽ പോവുക. ഏത് റിമ്മ ആ വണ്ടിക്കകത്തുള്ള ആ റിമ്മേ ഞെക്കിയിട്ട് ടിക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ആ റിമ്മ് ഒരു കോയിനോ ഒരു ക്യാഷോ വേസ്റ്റ് ആവാണ്ട് കിട്ടും റിമ്മ്. അപ്പോൾ കാണിച്ചുതരാം ഇതിലിട്ട്. എവിടെ റിമ്മ്? ഇതുണ്ടോ? ഇത് നമ്മുടെ ഗ്ലാഡിയേറ്ററിൻ്റെ റിംസ് അല്ലേ. നമുക്ക് ഒടുക്കത്തെ എക്സ്പെൻസീവ് ആണല്ലോ. എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, വണ്ടിക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ അങ്ങനെ വാങ്ങിച്ച് ഇടണം. ഇതിൻ്റെ റിംസോടെ ഏതാ നോക്കട്ടെ. IS300 റിംസ് ഏതാന്ന് നോക്കണം. ഒരു മിനിറ്റ്. ഇതല്ല, പോയല്ലോ. ഇച്ചിരി ചുമക്കുണ്ട്. ഇപ്പം ഈ ഗെയിമിലുള്ള എല്ലാ വണ്ടിയുടെ റിംസും ഇവിടെ ഉണ്ട്. ഇത് കുറേ നാളായിട്ട് സേവ് ചെയ്തുകൊണ്ട് വെച്ചതാ ഈ IS300 വാങ്ങിക്കാൻ. ഡ്രീം കാറാ. പിന്നെ റിംസ് അവിടെ
റിംസ് കാണാനില്ലല്ലോ. ഇത് കോയിൻ റിംസ് അല്ലെങ്കിൽ നോക്കാം, നോക്കട്ടെ. കോയിൻ റിംസ് തന്നെ ആവണമെന്നില്ല. ഇത് പൈസയുടെ റിംസും ആവാൻ പറ്റും. പൈസയുടെ അല്ല, ഇപ്പോൾ ഇൻ ഗെയിം മണീൻ്റെ അതൊരു നല്ല റിമ്മാട്ടോ ഇത്. ഇതല്ലേ ഓക്കെ. കണ്ടുപിടിക്കണോ എനിക്ക്? ഇതല്ലേ? ഇതുണ്ട് എൻ്റെ കയ്യിൽ. 738 ഉണ്ട്. ടിക്ക് കൊടുത്തു. ഇത് 1000 ക്യാഷിൻ്റെ റിംസാണ്. പക്ഷെ ക്യാഷ് പോയില്ല, കാരണം ഈ വണ്ടിയിൽ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ CPM അങ്ങനെ വർക്കാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബസ് ഇവിടെ ബസ്സിന്മേൽ കണ്ടോ നിങ്ങൾ? ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ ഫ്ലാഗ്സിൽ പോയി ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ ഇതുണ്ടോ? നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് എടുത്ത് എക്വിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ലാഫെറാരിക്ക് വെക്കണം. ലാഫെറാരി അല്ലല്ലേ, ബുലേറോയ്ക്ക് വെക്കാം. വെക്കണം. അവിടെ ഫ്ലാഗ്സിൽ പോയി എന്നിട്ട് ഇന്ത്യൻ ഫ്ലാഗ്, അയ്യോ അത് വെക്കാൻ പറ്റത്തില്ല. ഫ്ലാഗ്സിലങ്ങനെ വർക്കാവുന്നില്ലെന്നാ തോന്നണേ. ഓക്കെ, എന്തായാലും ഓക്കെ. IS-300 നല്ല റിംസ് ഒന്ന് നോക്കട്ടെ, ഫാക്ടറി റിംസൊക്കെ. സോ അവിടെ ഗൂഗിളിൽ ഇമേജൊക്കെ കണ്ടു നോക്കുമ്പോൾ നല്ല പോളി റിംസൊക്കെയാണ്. എന്ന് വെച്ചാൽ കാണിച്ചാൽ ഇതൊക്കെയാണ് കിട്ടുന്നത്. ഇത് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതുകൂടെ പർച്ചേസ് ചെയ്യാം. ഇത് നല്ല കളറാട്ടോ. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ വെച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട, ഫാക്ടറി സ്റ്റോക്ക് വേണ്ടല്ലോ. എന്തായാലും ഫാക്ടറി സ്റ്റോക്ക് വേണ്ട, അല്ലാണ്ട് ഇടാവേ. എന്തായാലും ഇച്ചിരി റിംസിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും. ആവശ്യത്തിനകത്തുണ്ട് ഇട്ടാലോ. ഇത് വേണ്ട, കൊള്ളത്തില്ലത്ര. ഇത് M3 GTR ഇതാണ്. ഇത് സ്പൈഡർമാൻ ഐറ്റംസ് നിങ്ങൾ വെച്ച് പിന്നെ ഇത് കറുപ്പാക്കി സ്പൈഡർമാൻ തന്നെ. നമ്മുടെ S-Classൻ്റെ ബെൻസ് SG60 അല്ല S60 S680 പേരുവായിൽ വരുന്നില്ല. ഇത് ഫാക്ടറി സ്റ്റോക്ക് റിംസാ. ഇത് എനിക്ക് എന്നിട്ട് നോക്കട്ടെ, ചൂട് നല്ലതുണ്ടോ നോക്കട്ടെ. ഒരു പൊട്ടിക്ക് നല്ലതുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാമല്ലോ. റിംസൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ ഉണ്ട്. എല്ലാ റിംസിനും 1000 രൂപയുള്ളൂ, അല്ല 1000 ഇൻ ഗെയിം മണിയേ ഉള്ളൂ. അതുകൊണ്ട് ഇഷ്ടമുള്ളതൊന്ന് ചൂസ് ചെയ്യാം. ഇത് വേണോ അതോ ഇത് വേണോ? ഫാക്ടറി സ്റ്റോക്കായിരുന്നു അതുപോലെ. ഫാക്ടറി ഇത് ഇതാ നല്ലത്, ഇതിട്ടേക്കാം. ഓക്കെ, ഇപ്പം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം റിയലിസ്റ്റിക്കിൽ ലെക്സസിൻ്റെ ലോഗോ ഉണ്ടാക്കാൻ പോവാം. കാണാൻ പറ്റത്തില്ലല്ലോ. നോക്കട്ടെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലെക്സസിൻ്റെ ലോഗോ. ഇങ്ങനെ പോവാ. ബോൾഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുണ്ട്. എന്നിട്ട് ഇതെടുക്കുക, ഇതിൻ്റെ അകത്ത് നോക്കണേ.
ബ്ലാക്ക് ആക്കാം ഇപ്പോഴത്തേക്ക്, കാരണം ഇത് കാണാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. ഓക്കേ, ഇവിടെ എന്നിട്ട് ഇതടിക്കാം. ഓക്കെ, എന്നിട്ട് ഇതെടുക്കുക. അവിടെ ഇത് എൻ്റെ BMW എന്നൊക്കെ ഇല്ലേ എടുത്ത് ഞാൻ ഇങ്ങനെ ഇപ്പം ചെയ്യുവേ, അത് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളെ എല്ലാം നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മതി. ഇവിടെ അടിയിലും വേണം, പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇവിടെ വേണം. ഇത് ഇച്ചിരി ഡാർക്ക് ആക്കല്ലേ, കുറേ ഡാർക്ക് ആക്കിയാൽ എന്തോരം ഇരിക്കും അത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കണം. ഇതിനെ കോപ്പി അടിക്കുക. ഇതുണ്ടോ, ഭയങ്കര വലുതായി പോയല്ലോ. വേണ്ട, നമുക്ക് ലെക്സസിൻ്റെ എല്ല് കോപ്പി അടിക്കാം. ഇത് കൊടുക്കാം. ഓക്കെ, പിന്നെ സർക്കിൾ ഇവിടുന്ന് ഇതെടുക്കണം. എല്ല് ഓക്കെ, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കുക. ആദ്യം തൊട്ടിങ്ങനെ കോപ്പി അടിക്കുക, ഇവിടെ കൊണ്ടുപോവാ. എന്നിട്ട് ഇത് കുറച്ചിട്ട് വെക്കണം. ഞാൻ ഒരു ട്യൂട്ടോറിയൽ കണ്ടതല്ല, ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. എങ്ങനെയൊക്കെ കടന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പോഴത്തെ സെറ്റപ്പ് എക്സാക്റ്റ് വേണം എനിക്ക്, കാരണം ഇതെൻ്റെ ഡ്രീം കാറാണ്. ഫ്രണ്ടിലത്തെ ലോഗോ പെർഫെക്റ്റ്. ഇതിനങ്ങ് കോപ്പി ചെയ്താൽ ഇല്ല, ഇതിനെ തന്നെ എടുത്തുകൊണ്ട് പോയി ബാക്കിലോട്ട് ഒട്ടിക്കണം. ബാക്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, നല്ല ഗ്ലാമറുള്ള പോലെ. ഇനി ഞാൻ മറ്റേ ബാക്കി ഒരു മിനിറ്റ്, ഇതെന്തോലെ ആയാലോ കറക്റ്റാക്കണം. ഓക്കെ, ഇങ്ങനെ തിരിച്ചു വെച്ചാലും മതിയായിരുന്നു. ഓക്കെ, ഇനി മറ്റേ ഞാൻ ഈ ബാക്ക് ലോഗോ ഒക്കെ കാണിച്ചിട്ട് വരാം. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിച്ചു. ഇവിടെ ലെക്സസ് എന്നാണ്. എന്നിട്ട് നെക്സ്റ്റ് IS300 എന്ന ഇപ്പുറത്ത്. ഇതിൻ്റെ ടൊയോട്ട വെർഷൻ ഉണ്ടായിരുന്നു, ടൊയോട്ട അൾട്ടസ. ഇതിന് ഞാൻ പൊളിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ അൾട്ടസേൻ്റെ ലോഗോ, പിന്നെ ബാക്കിൽ ടൊയോട്ടയുടെ ലോഗോ. അൾട്ടസയ്ക്ക് സ്വന്തം ലോഗോ ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇൻഫർമേഷൻ പറഞ്ഞതാണ്. അൾട്ടസയുടെ ലോഗോ എത്ര കഷ്ടമൊന്നുമല്ല ഉണ്ടാക്കാൻ, ഭയങ്കര സിമ്പിളല്ലേ. കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ആൾട്ടോസ് പിന്നെ ഞാൻ വാങ്ങിക്കുന്നുണ്ട്, പിന്നെ കോയിൻസൊക്കെ സെറ്റപ്പ് ആകുമ്പോൾ. ഓക്കെ, ഇതിവിടെ സെറ്റായി. എന്നിട്ട് ഇവിടെ ശരി. ഓക്കെ, ഓക്കെ, ഇത് ഇച്ചിരി കൂടെ ഇങ്ങനെ താഴ്ത്തി വെക്കാറുണ്ട്, ചെരിച്ച് വെക്കണം ഇവിടെ. ഓക്കെ, ഇതിന് മുകളിലോട്ട് കോപ്പി അടിക്കട്ടെ. കോപ്പി അടിക്കണം, സത്യം പറഞ്ഞാൽ നോക്കട്ടെ ആദ്യം ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വേണം.
എൻ്റെ ഇതിന് വെക്കോട്ടോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വെക്കണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം വെച്ചാൽ മതി. ഇത് എനിക്ക് വേണമെന്നുള്ള ഇതിലാണ് ആക്കണത്. പിന്നെ വേറെ ഏതായിരുന്നു ഗെയിം? റോബ്ലോക്സിലായിരുന്നു ഫിക്സിറ്റപ്പില്ലേ, ഇതിൽ ഞാൻ റെയർ വണ്ടി വാങ്ങിച്ചു. അത് റെയറിറ്റി എന്ന് വെച്ചാൽ എത്രയാ, 0.3%. പക്ഷെ അതിൻ്റെ കോസ്റ്റ് കൊള്ളത്തില്ല അല്ലേ? ഇത് കോസ്റ്റ് ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഒടുക്കത്തെ കുറവാണ് മക്കളെ. പറയട്ടെ, ഒള്ളി 5000, 0.3% വണ്ടി 5000 രൂപയ്ക്ക്. എന്താന്ന് പോലും അറിയില്ല. സോ വിൻഡോസ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിട്ടത് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് അടിക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആക്കുക. അപ്പോൾ നോർമൽ ഇതായി. ഇത് കേരള ആയതുകൊണ്ട് ഇങ്ങനെ അടിക്കണം, കൂളിങ് അടിക്കുക. പക്ഷെ അത്ര ഇതിലല്ല. കറുപ്പ് നമ്മളെ ഫ്രണ്ടിൽ ഒന്നും അടിക്കാൻ പാടില്ലല്ലോ കൂളിങ്. എന്നിട്ട് സൈഡിൽ ഇച്ചിരിയൊക്കെ അടിക്കുക, എന്നിട്ട് ബാക്കിലോട്ടും അടിക്കുക. അല്ല, അത് ഇപ്പുറത്തെ സൈഡിലോട്ട് അടിക്കട്ടെ. തെറ്റിപ്പോയി. ഓക്കെ, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടുക. ഇത് ഇച്ചിരി ഇങ്ങനെ വലുതാക്കുക. എന്നിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പറ്റത്തില്ല, സൺറൂഫിലൊന്നും ഇടാൻ പറ്റത്തില്ല. സൺറൂഫ് തുറക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? ഇച്ചിരി മോഡിഫൈങ് കേസിലോട്ട് നടക്കാം. ബോഡി കിറ്റ് എനിക്ക് വേണ്ട ഇതാണോ? ഇത് ഇതാണ്. ഓക്കെ, ഇതാണോ? എന്നിട്ട് ഇവിടെ ഇപ്പോഴത്തോട്ട് വരണല്ലേ? ഇതിനത് ഓടി മിനിറ്റ്, ഇതല്ലേ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ ഇത് ആയിട്ട് ഓക്കെ, ഇത് രണ്ടും എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. അയ്യട, നമ്മളോടാണ് കളി. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ട കിറ്റൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കാവേ അല്ലേ? ഓക്കെ, ഇതാണോ? എവിടെ പോയത്? ഇത് ഇങ്ങനെ. എന്നിട്ട് ഇത് പിന്നെ ലെക്സസിൻ്റെ ഇതാണല്ലോ. ഇതിനില്ലല്ലോ ലോഗോ. ഡിഫറൻസ് ഈ ഡിഫറൻസ് ഒന്നും പിടിയിട്ടുന്നില്ല. ഗ്രില്ല് ചേഞ്ച് ആകുന്നുണ്ടോ? ഗ്രില്ലിൻ്റെ പാറ്റേൺ തൊടോ. എനിക്ക് ഇത് വേണോ? ഇത് എക്സസൈസ് സ്റ്റോക്ക്. ഇതാണെങ്കിൽ ലോഗോ ഒന്നും കാണിക്കത്തില്ല. ലോഗോ കാണിക്കണം. കാണിക്കണ്ട, നമ്മളൊക്കെ ലോഗോ ഉണ്ടാക്കി പാസ്സാക്കി വെച്ചിട്ടുണ്ടെന്ന്. നല്ല കാർബൺ ഫൈബർ ഇതിലില്ല. ഇത് ഒരെണ്ണത്തിൽ മാത്രമുള്ളൂ. അതിന് 60 എക്സ്പെൻസീവ്. ഇതിലും ഉണ്ടല്ലോ അല്ലേ? 50 മാത്രമേ ഉള്ളൂ. ഓക്കെ, ബേക്കിലത്തെ ബമ്പർ ഇതുണ്ട്. സത്യം പറഞ്ഞാൽ ഏതാ ഇഷ്ടമായി? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാ ഇഷ്ടം. ഈ സൈഡ് സ്കേർട്ട് പ്രീമിയം എല്ലാം നല്ല കേട്ടോ. ഫുഡ് പിന്നെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കല്ലേ വണ്ടി.
വണ്ടിന് ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് റൂഫ് സ്പോയിലർ, ബാനർ, ഇതെന്താ ഇതാർക്ക് വേണം? ഹെഡ്ലൈറ്റ് അല്ല, ടെയിൽ ലൈറ്റ് ഡിലീറ്റ്. പക്ഷേ ഈ ഐറ്റം അല്ല കേട്ടോ. ഇതുണ്ടോ ഇവിടെ? ഇവിടെ മിറർ ഇതിൻ്റെ അടുത്ത് നോക്കണേ, ഗ്ലാസിൻ്റെ അടുത്ത് ഇത് ഇങ്ങനെ വെക്കണം നല്ലത്. അപ്പോൾ വെള്ളം ഗ്ലാസ്സിന്മേൽ വീഴത്തില്ല, ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഈ ചെറിയ ഡീറ്റെയിൽ നല്ലതായിട്ടുണ്ടേ. ഒരു ഡീറ്റെയിലുണ്ട്. ഓ ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ 2 എണ്ണം കിട്ടും നമുക്ക്. കിട്ടി കിട്ടി കിട്ടി. കണ്ട കണ്ട കണ്ട. ഇങ്ങനെയുണ്ട്. ഇതെങ്ങനെയല്ലോ ചെയ്യാ. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. എനിക്കിഷ്ടം എങ്ങനെ കിടക്കണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ കാണിച്ചു തരാവേ. അത് നിങ്ങൾക്ക് ടെക്നോളജി അയച്ചെന്നാ. ഇതിഷ്ടമില്ല. അയ്യോ മുമ്പിയാ. ഫോർ എവർ സ്റ്റക്ക്. അയ്യോ എന്തായാലും ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകല്ലേ, അപ്പം നോക്കാം. ഇത് റിയലിസ്റ്റിക് ടെസ്റ്റ് ഡ്രൈവാണ്, ഫേക്ക് ടെസ്റ്റ് ഡ്രൈവല്ല. മുന്നിൽ പോകാണ്ടിരുന്നാൽ മതി. എനിക്ക് ആ ടെയിൽ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇരിക്കണതാണോ നല്ല രസമാണത്. ഊരി പോകുമ്പോൾ ഉണ്ട്. ഇങ്ങനെ ഇരിക്കണ ഇഷ്ടം. നോക്കിക്കോളൂ. സത്യം പറയാൻ എനിക്ക് യൂസ് ഒന്നുമില്ല. ഹെഡ്ലൈറ്റിൻ്റെതാ സൗണ്ട് കേട്ടോണേ. ഇപ്പോൾ ബോണറ്റ് തുറന്ന് കാണിച്ചിടാവേ. തുറന്നിട്ടുണ്ടോ? ഇതുണ്ടോ? സൂപ്പറാണ്. എഞ്ചിനെ ഒളിപ്പിച്ച വെച്ചേക്കണേ കാണാൻ. ബൂട്ട് സ്പേസും അല്ലല്ലേ, നോക്കട്ടെ. സ്പേസ് എത്ര ഉണ്ട്? തന്നേരാട്ടു രാവിലെ മനുഷ്യൻ്റെ പെണ്ണ് കിടത്താമെന്ന് തന്നേരാട്ടു. ആ ബൂട്ട് സ്പേസ് ഉടുക്കത്തുണ്ട് കേട്ടോ. നല്ല സ്പേസായി ബൂട്ടിൽ, ബാക്കിൽ. ഇരുന്ന് കാണിച്ചിരവേ. ചാമ്പി ചുമ്മാ ഇരുന്ന് ഓടിക്കാം. ലെക്സസ് എന്ന് വെച്ചാൽ ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാ. റൈറ്റ് അല്ലല്ലോ, ലെഫ്റ്റ്. സൂപ്പറായിട്ട് പോലെ ഓടിക്കാം. നല്ല ഇതല്ലേ, ഇത് താത്തി കിടക്കാം ഇച്ചിരി. അതുകൊണ്ട് 200 ടച്ചായി. ഞാനായതുകൊണ്ട് മാത്രമേ ടച്ചാക്കത്തുള്ളൂ. ടോൾ കൊടുക്കുന്നില്ല, അങ്ങോട്ട് തിരിക്കുക. ഇത് ഇവിടെ കാണിച്ചേ കോപ്പ്. വണ്ടീൻ്റെ ഉള്ളിൽ കയറണ ഇവിടെ. ഒരു മിനിറ്റ്, തരാം. ഒരു മിനിറ്റ്. കോപ്പ് സൂമി തരാൻ വെച്ച് ഇവിടെ ഇതുണ്ടോ? ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടെങ്കിൽ മാസ് നോക്കണേ. കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് അനങ്ങുന്നുണ്ട്.
ഇതുണ്ടോ ഇൻഡിക്കേറ്റർ ആവുന്നുണ്ട്. ഇതുണ്ടോ നോക്കട്ടെ. ഇതെന്താ പറയാ, ഇതില്ല ഹെഡ്ലൈറ്റിൻ്റെ സൈറ്റില്ല. ശരി കൊണ്ട് ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ചേട്ടാ ഇങ്ങോട്ട് ടേൺ ചെയ്യണമായിരുന്നു. ഇപ്പുറത്തോട്ട് വിട്ടോളി. കോപ്പ് വണ്ടിക്ക് വല്ലതും പറ്റിയോ? പുതിയ ലെക്സസ് പോയി. ഓ ചാർത്തി. കോപ്പ് നോക്കിയ ബമ്പറും ഹെഡ്ലൈറ്റൊക്കെ പോയി. എന്തിനാട്ടെ ഇപ്പോൾ റിപ്പയർ ചെയ്യപ്പോൾ പിന്നെ വരച്ച് കോപ്പ്. തോയിക്കോണേ തിന്നുണ്ടോ? ഓ സൂപ്പറുടെ സ്റ്റിയറിംഗ് പോലത്തെ ആണല്ലോ ഇതിൻ്റെ സ്റ്റിയറിംഗും. ഇത് കറക്റ്റായിട്ട് പിടിക്കില്ല. കോപ്പ് ഇപ്പുറത്തെ പോയി നോക്കട്ടെ. ചെറുതായിട്ടൊന്നും ഞോണ്ടാൻ നോക്കിയില്ല. മൊത്തത്തിൽ മൂങ്ങി. അപ്പം മൂങ്ങിക്കൊണ്ട് പോവാ. ഞെട്ടിക്കൽ ബിരിയാണി അല്ല, മൂഞ്ചിക്കൽ ബിരിയാണി പോയി. പക്ഷെ ആശാമാർ പറ്റിച്ചല്ലോ. പകുതി ടാങ്കിലാണല്ലോ തന്നേക്കണ പുതിയ വണ്ടി. കള്ളപ്പന്നികൾ വണ്ടി കിട്ടിയല്ലോ. എൻ്റെ പഴയ അക്കൗണ്ടിൽ ഹെഡ്ലൈറ്റ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ? ആ അക്കൗണ്ടിൽ ഏതാ ഫസ്റ്റ് കോയിൻ വണ്ടി ഇതായിരുന്നു, കോർവെറ്റ്. C606 ചാർത്തി ടോപ്പ്. എന്താല്ലേ ഇത് തലപ്പത്തി ബസ്സിലട്ടി ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കാം ഇതിനെ കൊണ്ട്. റിയൽ വീൽ ഇടട്ടെ. ക്യാമറ ദൂരെയുണ്ട്. IS കൊണ്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റത്തില്ല. ഇത് പയവരൊക്കെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. തട്ട് മര്യാദയ്ക്ക് ഞാൻ ചുമ്മാ പൊട്ടിക്കട്ടെ. ഡ്രൈവിൽ ഇടാൻ പോലും പറ്റിയില്ല. കോപ്പ് അതിലാട്ട് ഇവിടെയൊന്നും ഇടാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ വീഡിയോ ഇച്ചിരി ലോങ് ആയി. സോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് ബൈ, ഗയാ ഖത്തം.